നമസ്കാരം. വൈസ്റ്റേൺ ഐറ്റിയുടെ ഫസ്റ്റ് ഇയർ ഇലക്ട്രോണിക്സ് മെക്കാനിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെമി കണ്ടക്ടർ തിയറിയൊക്കെ കണ്ടതാണ്, കേട്ടതാണ്. അതൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്തെടുത്താൽ മാത്രമേ അടുത്ത ടോപ്പിക്കായ പി എൻ ജംഗ്ഷൻ ഡയോഡിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം സെമി കണ്ടക്ടർ എന്താണ്, സെമി കണ്ടക്ടർ തിയറി, പി ടൈപ്പ് സെമി കണ്ടക്ടർ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, ഇതെല്ലാം നിങ്ങളൊന്ന് റിവൈസ് ചെയ്തെടുത്ത് നോക്കിക്കോളുക. അപ്പം നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് നോക്കാം. എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഈസ് എ ടു ടെർമിനൽ ഓർ ടു ഇലക്ട്രോഡ് സെമി കണ്ടക്ടർ ഡിവൈസ് which allows the electric current in only one direction while blocks the electric current in opposite or reverse direction. The PN junction, which is formed when the p-type and n-type semiconductors are joined, is called as PN junction diode. അതൊന്നുകൂടെ നോക്കിക്കോളൂ. എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഈസ് ടു ടെർമിനൽ ഓർ ടു ഇലക്ട്രോഡ് സെമി കണ്ടക്ടർ ഡിവൈസ്. പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് രണ്ട് ടെർമിനലുള്ള അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോഡ് എന്ന് നമുക്ക് പറയാം, അങ്ങനെയുള്ളൊരു സെമി കണ്ടക്ടറിനാൽ നിർമ്മിതമായ ഒരു ഡിവൈസാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് അലൗസ് ദ ഇലക്ട്രിക് കറണ്ട് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. അതായത് ഇലക്ട്രിക് കറണ്ടിനെ അത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ അലോ ചെയ്യത്തുള്ളൂ, പാസ് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. വൈൽ ബ്ലോക്സ് ദ ഇലക്ട്രിക് കറണ്ട് ഇൻ ഓപ്പോസിറ്റ് ഓർ റിവേഴ്സ് ഡയറക്ഷൻ. മറിച്ച് റിവേഴ്സിൽ ഒരു സൈഡിലേക്ക് കടത്തി വിടുമെങ്കിൽ മറ്റേ സൈഡിലേക്ക് അത് ബ്ലോക്ക് ചെയ്യും. The PN junction, which is formed when the p-type and n-type semiconductors are joined, is called as a PN junction diode. അങ്ങനെ ഒരു p മെറ്റീരിയലും ഒരു n മെറ്റീരിയലും ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? PN ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അടുത്തത് നമുക്ക് അതിൻ്റെ സിമ്പിൾ എന്താണെന്ന് നോക്കാം. സിമ്പൽ ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഇതാണ് നമ്മൾ ലാബിലൊക്കെ കാണുന്ന ശരിക്കുമുള്ള പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സ്കീമാറ്റിക്സ് ഡയഗ്രം അല്ലെ, സിമ്പൽ എന്ന് പറയാം. ഇതാ ഒരു കറുത്ത ഒരു ഇതുണ്ട്, പിന്നെ ഒരു സിലിണ്ടർ ആയിട്ടായിരിക്കും കാണുന്നത്, പിന്നെ ഒരു വെള്ള ലൈനിങ്ങും കാണും. അതിന്റെ ശരിക്കുമുള്ള സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ കറുത്ത ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ ആനോഡായിരിക്കും, മറ്റേ വെള്ള കാണിച്ചേക്കുന്നത് ക്യാഥോഡായിരിക്കും. നിങ്ങൾക്കറിയാം ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെർമിനലും ക്യാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെർമിനലും ആണെന്നറിയാം. അപ്പോൾ ആനോഡാണെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പി ടൈപ്പ് സിലിക്കൺ ബാർ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇനി ക്യാഥോഡ് ആകുമ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ എൻ ടൈപ്പ് സിലിക്കൺ വേണം നമ്മൾ ഉപയോഗിക്കാൻ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് കണ്ടായിരുന്നു സിലിക്കൺ ആയിരിക്കും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. അതിന് കാരണം എന്തായിരുന്നു എന്നൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കിക്കോണം. എന്നാലും കാരണം ഞാൻ പറയാം. കാരണം എന്താ? സിലിക്കണിനാണ് ഒരുപാട് ടെമ്പറേച്ചർ റേഞ്ചിൽ വർക്ക് ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൊണ്ടാണ് സിലിക്കണെ നമ്മൾ കൂടുതലായിട്ട് സെമി കണ്ടക്ടർ ഡിവൈസായിട്ട് ഉപയോഗിക്കുന്നത്. ജർമ്മേനിയം ഉപയോഗിക്കുന്നില്ല എന്നല്ല, ജർമ്മേനിയത്തെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള മേന്മ മുമ്പേ പറഞ്ഞതാണ്. അപ്പം ആനോഡ് പി ടൈപ്പ് ആണെങ്കിൽ ക്യാഥോഡ് എൻ ടൈപ്പ് സിലിക്കൺ നമ്മൾ എടുക്കുക. ഇതാ സിമ്പൽ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഈ സിമ്പൽ എപ്പോഴും ഓർത്തിരിക്കുക. ഇത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഡയഗ്രാം നമ്മൾ ക്ലിയർ ആക്കാനൊക്കെ ഉണ്ട്. അപ്പം ഇറ്റ് ക്യാൻ ഫങ്ഷനസ്. അപ്പോൾ ഈ പി എൻ ജംഗ്ഷൻ അല്ലെ എന്തൊക്കെ ധർമ്മങ്ങൾ ചെയ്യും അല്ലെ, അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റെക്ടിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാം, സ്വിച്ചിങ്ങിന് ഉപയോഗിക്കാം, ആൻഡ് അതർ ഓപ്പറേഷൻസ് ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം? പി എൻ ജംഗ്ഷൻ ഡയോഡിനെ ഉപയോഗിക്കാം. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ടത് പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് റെക്ടിഫയർ ഉള്ളത് തന്നെയാണ്. ഇലക്ട്രോണിക് സിമ്പലിനെ കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് പറയാൻ, ഇലക്ട്രോണിക് സിമ്പൽ ഇതാണല്ലോ. ദ ട്രയാങ്കിൾ ഷോസ് ഇൻഡിക്കേറ്റഡ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഈ ട്രയാങ്കിൾ ആണല്ലോ ഇത് ക്യാഥോഡും ഇത് ആനോഡും അല്ലേ, സോറി ആനോഡും ക്യാഥോഡും കാണുന്നില്ലേ?
ആനോഡ് കാഥോഡ്. അപ്പോൾ ആനോഡ് എന്ന് പറയുന്നത് പി ടൈപ്പ് ആണ്, കാഥോഡ് എന്ന് പറയുന്നത് എൻ ടൈപ്പ് ആണ്. അപ്പം നടുക്കൊരു റീജിയൻ ഉണ്ട് കേട്ടോ. ഈ നടുക്ക് ഇത് രണ്ടിലും പെടാത്തൊരു റീജിയൻ ഉണ്ട്, രണ്ട് വരയൊക്കെ ആയിട്ട് ഒരു ബാറുണ്ട്. ഈ ബാറിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്. ഡിപ്ലീഷൻ ലെയർ ഫോം ആൻ ഇൻസുലേറ്റർ ബിറ്റ്വീൻ ദ ടു സൈഡ്സ്. അതായത് ഈ രണ്ട് സൈഡിൽ നിന്ന് ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കും. അതായത് എൻ ടൈപ്പിൽ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതനുസരിച്ച് എൻ ടൈപ്പിൽ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോണുകളാണ്. പി ടൈപ്പിൽ മെജോറിറ്റി കാരിയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള ഹോളുകളാണ്. ഇവരുടെ രണ്ടുപേരുടെ സാന്നിധ്യം ഇങ്ങോട്ട് അനുഭവപ്പെടുകയില്ല. അതായത് ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഡിപ്ലീഷൻ ലെയർ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുക? external connection ഒന്നും ഇല്ലാതെ. The excess electrons in the n region cross the junction and combine with the excess holes in the p region. അപ്പം നമ്മൾ മുമ്പേ കണ്ടതനുസരിച്ച് ഈ n റീജിയനിലുള്ള ഒരുപാടുള്ള ഇലക്ട്രോണുകൾ, അതായത് നെഗറ്റീവ് ചാർജ് ആണല്ലോ ഇലക്ട്രോണുകൾക്ക്, അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജുള്ള പി ടൈപ്പിലെ ഹോളുകളാൽ ഈ എപ്പോഴും നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്തതാണ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജുള്ള ഹോളുകളും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും പരസ്പരം ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ റീജിയൻ ലോസസ് ഇറ്റ്സ് ഇലക്ട്രോൺ ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്. അപ്പോൾ എന്നെ ചെയ്യും, എൻ റീജിയനിലുള്ള ഇലക്ട്രോണുകൾ അങ്ങോട്ട് ഹോളിലേക്ക് ആകർഷിക്കപ്പെടും. അതിൻ്റെ ഫലമായിട്ട് അത് പോസിറ്റീവ് ചാർജായിട്ട് മാറ്റപ്പെടും. അതായത് അങ്ങോട്ട് ആകർഷിക്കപ്പെട്ട് അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ പി റീജിയനിൽ നിന്നുള്ള P region accepts the electrons become negative charge. P region ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. അറ്റ് വൺ പോയിന്റ് ദ മൈഗ്രേറ്ററി ആക്ഷൻ ഈസ് സ്റ്റോപ്ഡ്. ഒരു പ്രത്യേക പോയിന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിംഗ് ഓവർ നടക്കും. ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോക്കലും നിൽക്കും, ഇങ്ങോട്ട് വരുന്നതിലും നിൽക്കും. അതാണ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ആ മൈഗ്രേറ്ററി ആക്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ആവും. എന്താണ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജിനാൽ ആകർഷിക്കപ്പെടും. അതായത് നെഗറ്റീവ് എൻ റീജിയൻ ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടത് എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജായിട്ട് മാറും. മറിച്ച് പി റീജിയൻ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് നെഗറ്റീവ് ചാർജായിട്ട് മാറും. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഈ മൈഗ്രേറ്ററി ആക്ഷൻ സ്റ്റോപ്പ് ആവും. And additional electrons from the n region are repelled by the net negative charge of the p region. അപ്പം n റീജിയനിലുള്ള കൂടുതലായിട്ട് വരുന്ന ഇലക്ട്രോണുകൾ പി റീജിയനിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ചാർജിന്റെ സാന്നിധ്യത്താൽ റിപ്പൽ ചെയ്യപ്പെടും. അതായത് തിരിച്ചയക്കും, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചുവിടും. അതുപോലെ തന്നെ ആൻ അഡീഷണൽ ഹോൾസ് ഫ്രം ദ പി റീജിയൻ ആർ റിപ്പൽഡ് ബൈ ദ നെറ്റ് പോസിറ്റീവ് ചാർജ് ഓഫ് ദ എൻ റീജിയൻ. അപ്പം അതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ പി റീജിയനിലുള്ള അഡീഷണൽ ആയിട്ടുണ്ടാകുന്ന ഹോളുകൾ എൻ റീജിയനിലുള്ള പോസിറ്റീവ് ചാർജിനാലും റിപ്പൽ ചെയ്യും. ഞങ്ങൾക്ക് വേണ്ട പോയിക്കോളാം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ നെറ്റ് റിസൾട്ട്, അതായത് അങ്ങോട്ടും ക്രോസിംഗ് ഓവർ ഇല്ല, ഇങ്ങോട്ടും ഇല്ല. അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് നോക്കിയേ? എ ക്രിയേഷൻ ഓഫ് എ തിൻ ലെയർ ഓഫ് ഈച്ച് സൈഡ് ഓഫ് ദ ജംഗ്ഷൻ വിച്ച് ഈസ് ഡിപ്ലീറ്റഡ് ഓഫ് മൊബൈൽ ചാർജ് കാരിയർ. അതായത് ഈ രണ്ട് ജംഗ്ഷനിലും ഇടയിലായിട്ട് രണ്ട് മൊബൈൽ ചാർജ് കാരിയർ എന്ന് പറഞ്ഞാൽ, മൊബൈൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റുന്നവയാണ്. അതായത് രണ്ട് മൊബൈൽ ചാർജ് കാരിയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള ഹോളുകളും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും ഇല്ലാത്തൊരു മേഖലയായിട്ട് മാറും. ആ ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്. ദ തിക്നെസ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻⁶ മീറ്റർ. അപ്പോൾ ആ ഉണ്ടാവുന്ന ഡിപ്ലീഷൻ ലെയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 10⁻⁻⁶ മീറ്ററിനെ ആയിരിക്കും. അപ്പം മനസ്സിലായല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണം ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഈ ആകർഷണ ശക്തി കുറഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടും ഇല്ല, ഇവിടുന്ന് അങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തുമ്പോൾ രണ്ടിനും ഇടയിലായിട്ടൊരു ബാരിയർ അല്ലെങ്കിൽ ഒരു ലെയർ ഉണ്ടാവും. ആ ലെയറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്. ആ ഡിപ്ലീഷൻ ലെയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 10⁻⁻⁶ മീറ്റർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? The depletion layer contains no free and mobile charge carriers but only fixed and immobile ions. അപ്പോൾ നമ്മൾ കണ്ടു ഡിപ്ലീഷൻ ലെയറിനകത്ത് ഫ്രീ ആയിട്ട് ചലിക്കാൻ പറ്റുന്ന ചാർജ് കാരിയേഴ്സേ ഇല്ല. അതായത് പോസിറ്റീവ് ചാർജുള്ള ഹോളുകളും കാണപ്പെടുകയില്ല, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും കാണപ്പെടുന്നില്ല. ഫിക്സ്ഡ് ആയിട്ടുള്ള ഇമ്മൊബൈൽ അയോൺസ്, പോസിറ്റീവ് ചാർജുള്ള അയണുകളും ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള അയണും ഉണ്ട്. പക്ഷേ ഇമ്മൊബൈലാണ് എന്ന് വെച്ചാൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുകയില്ല, ഒരിടത്ത് ഫിക്സ്ഡ് ആണ്. അതായത് ഡിപ്ലീഷൻ ലെയറിലുള്ള അയോണിന്റെ കാര്യം. ഇറ്റ്സ് വിത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡോപ്പിംഗ് ലെവൽ. പിന്നെ അതിന്റെ വിഡ്ത്ത് എത്രമാത്രം വിഡ്ത്തിൽ
ഉണ്ടാവാം എന്നുള്ളത് അതിൻ്റെ ഡോപ്പിംഗ് ലെവലിനെ ആശ്രയിച്ചിരിക്കും. ഡോപ്പിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഹെവിലി ആയിട്ട് ഡോപ്ഡ് ആണെങ്കിൽ ഡിപ്ലീഷൻ ലെയറിൻ്റെ കനം കുറയും, തിൻ ഡിപ്ലീഷൻ ലെയർ ആയിരിക്കും. ലൈറ്റ്ലി ഡോപ്ഡ് ആണെങ്കിൽ തിക്ക് ഡിപ്ലീഷൻ ലെയർ ആയിരിക്കും. മനസ്സിൽ വെച്ചോളൂ. അതായത് ഡിപ്ലീഷൻ ലെയർ എന്താണ്? ഡിപ്ലീഷൻ ലെയറിൽ ഫ്രീ മൊബൈൽ ചാർജ് കാരിയേഴ്സ് ഇല്ല. ഇമ്മൊബൈലായിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള അയോണുകളായിരിക്കും ഇവിടെ കാണപ്പെടുക. ഡോപ്പിംഗ് ലെവലിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതിൻ്റെ തിക്നെസ് വരിക അല്ലെങ്കിൽ വിട്ട് വരിക. അതായത് നമ്മൾ ഡോപ്പ് ചെയ്യപ്പെട്ടുള്ള ഹെവി ആയിട്ട് ഡോപ്പിംഗ് ആണെങ്കിൽ ഡിപ്ലീഷൻ ലെയറിൻ്റെ കനം വളരെ കുറവായിരിക്കും. ഇനി ലൈറ്റ്ലി ഡോപ്ഡ് ആണെങ്കിൽ ഡിപ്ലീഷൻ ലെയറിൻ്റെ കനം വളരെ കൂടുതലായിരിക്കും. ഇനി പൊട്ടൻഷ്യൽ ബാരിയർ എന്നൊരു കാര്യം കൂടെ നമ്മളപ്പോൾ ഇത് നോക്കാനായിട്ടുണ്ട്. ദി ഇലക്ട്രോൺസ് ഇൻ ദ എൻ റീജിയൻ ഹാവ് ടു ക്ലൈംബ് ദ പൊട്ടൻഷ്യൽ ഹിൽ ഇൻ ഓർഡർ ടു റീച്ച് ദ പി റീജിയൻ. അപ്പം എൻ റീജിയനിലുള്ള ഇലക്ട്രോണുകൾക്ക് പൊട്ടൻഷ്യൽ ഹിൽ കടന്ന് പി റീജിയനിലേക്ക് എത്തണമെങ്കിൽ ഒരു ക്ലൈംബിങ് നടത്തണം അല്ലേ. ഇലക്ട്രോൺസ് ട്രൈങ് ടു ക്രോസ് ഫ്രം ദ എൻ റീജിയൻ ടു പി റീജിയൻ എക്സ്പീരിയൻസ് എ റിട്ടാർഡിംഗ് ഫീൽഡ് ഓഫ് ബാറ്ററി ആൻഡ് ദെയർഫോർ റിപ്പൽഡ്. അപ്പോൾ സിമിലർലി ഫോർ ഹോൾസ് ഫ്രം പി റീജിയൻ, ഇലക്ട്രോൺസ് ട്രൈങ് ടു ക്രോസ് ഫ്രം ദ എൻ റീജിയൻ ടു പി റീജിയൻ എക്സ്പീരിയൻസ്, അതായത് ഇലക്ട്രോണുകൾക്ക് എൻ റീജിയനിൽ നിന്ന് പി റീജിയനിലേക്ക് ക്രോസ് ചെയ്യണം. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? എക്സ്പീരിയൻസ് എ റീറ്റാർഡിംഗ് ഫീൽഡ് ഓഫ് ദ ബാറ്ററി, അതായത് അത് ബാറ്ററിയുടെ സാന്നിധ്യത്താൽ റീറ്റാർഡ് ചെയ്യപ്പെടും. അതിൻ്റെ ഫലമായിട്ട് അത് റിപ്പൽ ചെയ്യപ്പെടും. അതുപോലെ തന്നെയാണ് ഈ റീജിയനിൽ വരുന്ന ഹോളുകൾ. ഈ റീജിയനിൽ വരുന്ന ഹോളുകൾ എൻ റീജിയനിലേക്ക് ജമ്പ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ബാറ്ററിയുടെ ഒരു റീറ്റാർഡിംഗ് ഫീൽഡ് ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കും? റിപ്പൽ ചെയ്യും. പൊട്ടൻഷ്യൽ ദസ് പ്രൊഡ്യൂസ്ഡ് ആർ കോൾഡ്, അതിൻ്റെ ഫലമായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. ആ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സിലിക്കൺ ആണെങ്കിലും ജെർമേനിയം ആണെങ്കിലും ഒരു പൊട്ടൻഷ്യൽ വോൾട്ടേജ് ഉണ്ട്. അതായത് ജെർമേനിയത്തിൻ്റെ പൊട്ടൻഷ്യൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.3 വോൾട്ടാണ്. ഈ 0.3 വോൾട്ട് കഴിഞ്ഞ് മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഈ ജെർമേനിയം കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയുള്ളൂ. സിലിക്കൻ്റെ എത്രയായിരിക്കും? 0.7 വോൾട്ട്. ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക. ജെർമേനിയൻ്റെ പൊട്ടൻഷ്യൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.3 വോൾട്ടാണ്. സിലിക്കണിൻ്റെ എത്രയാണ്? 0.7. ഇതാ നമ്മൾ അതിൻ്റെ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്ന ഫിഗറായി കാണിച്ചേക്കുന്നത്. പി ടൈപ്പ് ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും എൻ ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവായിട്ടും. അതുകൊണ്ടാണ് റീറ്റാർഡിങ് എഫക്റ്റ് ഉണ്ടാകുകയും റിപ്പൽ ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഇനി പി എൻ ജംഗ്ഷൻ നമ്മൾക്ക് 2 രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പി എൻ ജംഗ്ഷൻ 2 രീതിയിൽ വർക്ക് ചെയ്യും. അതായത് ഫോർവേഡ് ബയാസ് മോഡ്, റിവേഴ്സ് ബയാസ് മോഡ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഫോർവേഡ് ബയാസിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, റിവേഴ്സ് ബയാസിങ്. ഈ ബയാസിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡിവൈസ് നമ്മൾ പ്രവർത്തിക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മൾ സപ്ലൈ വോൾട്ടേജ് എങ്ങനെയാണോ കൊടുക്കുന്നത് അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ബയാസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബയാസിങ് നമുക്ക് 2 രീതിയിൽ നടത്താം. ആ ബയാസിങ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിങ് മോഡും മറ്റേത് റിവേഴ്സ് ബയാസിങ് മോഡാണ്. ഏത് കണക്ഷൻ അല്ലെ ഏത് ഡിവൈസ് എടുത്താലും ഫോർവേഡ് ബയാസിങ് മോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനൽ കണക്റ്റഡ് ടു പി റീജിയൻ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ കണക്റ്റഡ് ടു എൻ റീജിയൻ. അതിനാണ് ഫോർവേഡ് ബയാസിങ് മോഡ് എന്ന് പറയുന്നത്. അതായത് ഏത് ഡിവൈസ് എടുത്താലും ആ ഡിവൈസിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നമ്മുടെ സപ്ലൈയുടെ അല്ലെ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്താൽ അത് ഫോർവേഡ് ബയാസിങ് മോഡിലാണ്. ഇനി മറിച്ച് റിവേഴ്സ് ബയാസിങ് മോഡിലാണ് നേരെ തിരിച്ച് ചെയ്യുക. അതായത് നെഗറ്റീവ് ടെർമിനൽ പി റീജിയനുമായിട്ടും പോസിറ്റീവ് ടെർമിനൽ എൻ റീജിയനുമായിട്ടും കണക്ട് ചെയ്യുക. Forward biased PN junction. It forces the majority charge carriers to move across the junction, decreasing the width of the depletion layer. ഇതെല്ലാം ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ്. അതായത് ഫോർവേഡ് ബയാസിങ്ങിനാണ് ഒരു പി എൻ ജംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഒരു പി എൻ ജംഗ്ഷൻ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിങ് മോഡിലാണ്. എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ ഡയോഡിൻ്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും ജംഗ്ഷൻ ഡയോഡിൻ്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്യും. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസിങ്ങിനെ പ്രവർത്തിക്കുകയുള്ളൂ എങ്കിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് ഫോഴ്സസ് ദ മെജോറിറ്റി കാരിയേഴ്സ് ടു മൂവ് അക്രോസ് ദ ജംഗ്ഷൻ. അതായത് മെജോറിറ്റി കാരിയർ ഏതാണോ, പി ടൈപ്പും എൻ ടൈപ്പും ഉണ്ടല്ലോ, മെജോറിറ്റി കാരിയർ ഏതാണോ അതിനെ ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പിയും എന്നും കൂടി ചേരുന്ന റീജിയൻ. അപ്പം ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം ജംഗ്ഷനിലാണ് എന്തുള്ളത്? ഡിപ്ലീഷൻ ലെയർ ഉള്ളത്. അപ്പോൾ ഇത് ഫോഴ്സ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നാ സംഭവിക്കും? ഡിപ്ലീഷൻ ലെയറിൻ്റെ തിക്നെസ് അങ്ങ് കുറയും, ഡിക്രീസിങ് ദ വിഡ്ത്ത് ഓഫ് ദി ഡിപ്ലീഷൻ ലെയർ. അതിൻ്റെ
അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു നോക്കിയേ. വൺസ് ദ ജംഗ്ഷൻ ഈസ് ക്രോസ്ഡ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് വിൽ റീകമ്പൈൻ. അതായത് ഒരു പ്രാവശ്യം ആ ജംഗ്ഷനെ നമുക്ക് ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് ഇലക്ട്രോണുകളും ഒരുപാട് ഹോളുകളും തമ്മിൽ വീണ്ടും കമ്പൈൻ ചെയ്യും, റീകമ്പൈൻ ചെയ്യും. For each hole in P section that combines with an electron from the N section, a covalent bond breaks and an electron is liberated which enters the positive terminal. Okay, ഓരോ ഹോളും പി സെക്ഷനിൽ നിന്ന് വരുന്ന ഓരോ ഹോളുകളും എൻ സെക്ഷനിൽ വരുന്ന ഓരോ ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യുമല്ലോ. അവിടെ എന്താ ഉണ്ടാകും, ഒരു അതിന്റെ ഫലമായിട്ട് കോവാലൻ ബോണ്ട് ബ്രേക്സ് ആൻഡ് ഇലക്ട്രോൺ ഈസ് ലിബറേറ്റഡ് വിച്ച് എൻഡേഴ്സ് ദ പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയും ഇലക്ട്രോൺ അവിടെ നിന്ന് സ്വതന്ത്രമായി പോസിറ്റീവ് ടെർമിനലിലേക്ക് കടക്കുകയും ചെയ്യും. ക്ലിയർ ആയോ? അതായത് നമ്മൾ മനസ്സിലായി ഫോർവേഡ് ബയാസിംഗ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്നതിന്റെ വർക്കിംഗ് തന്നെയാണ്. അതായത് ഫോർവേഡ് ബയാസിങ്ങിന് നമ്മൾ പോസിറ്റീവുമായിട്ടും നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കും, ഈ ബാരിയർ അതായത് ജംഗ്ഷനിലേക്ക് അടുക്കുന്നതിന്റെ ഫലമായിട്ട് ഡിപ്ലീഷൻ ലെയർ കുറയുമെന്ന് പറഞ്ഞു. അങ്ങനെ എപ്പോൾ ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ഇലക്ട്രോണുകളും ഒരുപാട് ഹോളുകളും തമ്മിൽ വീണ്ടും റീകമ്പൈൻ ചെയ്യും. അതായത് പി സെക്ഷനിൽ നിന്ന് വരുന്ന ഓരോ ഹോളുകളും എൻ സെക്ഷനിലെ ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയും ഇലക്ട്രോൺ അവിടെ നിന്ന് സ്വതന്ത്രമായി എങ്ങോട്ട് ചെയ്യില്ലും, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തിച്ചേരും. ദസ് ക്രിയേറ്റിംഗ് ആൻ ഇലക്ട്രോൺ ഹോൾ പെയർ. അവിടെ വെച്ച് എന്തോ ഉണ്ടാകും, ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും. അതായത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും പോസിറ്റീവ് ചാർജുള്ള ഹോളിന്റെയും ഒരു ജോഡി ഉണ്ടാവും. കറന്റ് ഇൻ എൻ റീജിയൻ ഈസ് ക്യാരിഡ് ബൈ ഇലക്ട്രോൺ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കും, എൻ റീജിയനിൽ ഉണ്ടാകുന്ന കറന്റിന് കാരണക്കാരൻ ആരാവും, ഇലക്ട്രോണുകളാവുമ്പോൾ പി റീജിയനിൽ ഉണ്ടാകുന്ന കറന്റിന് കാരണമാവുന്ന ആരായിരിക്കും, ഹോളുകളായിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഫോർവേഡ് ബയാസിംഗിൽ നടക്കുന്ന പ്രവർത്തനം. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ if the positive of the battery is connected to the negative n type and the negative terminal to the p type. ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയതാണ്, പോസിറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവായിട്ടും നെഗറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും കണക്ട് ചെയ്യുക. അതാണല്ലോ റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ എന്താ സംഭവിക്കും, റിവേഴ്സ് ബയാസിങ്ങിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യൂല. ഓൺലി ഇൻ ഫോർവേഡ് ബയാസ്ഡ് മോഡ് ഡയോഡ് വിൽ കണ്ടക്ട്. അപ്പോൾ റിവേഴ്സ് ബയാസിംഗ് എന്താന്ന് നോക്കി, ദ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഫ്രീ ഹോൾസ് ആർ അട്രാക്റ്റഡ് ബാക്ക് ടുവേർഡ്സ് ദ ബാറ്ററി. ഫ്രീ ആയിട്ടുണ്ടാകുന്ന ഇലക്ട്രോണുകളും ഫ്രീ ആയിട്ടുണ്ടാകുന്ന ഹോളുകളും ബാറ്ററി ടെർമിനലിലേക്ക് തന്നെ തിരിച്ചു പോകും. ഹെൻസ് ബാക്ക് ഫ്രം ദ ഡിപ്ലീഷൻ റീജിയൻ, ഹെൻസ് ദ ഡിപ്ലീഷൻ ലെയർ ഗ്രോസ്. അപ്പോൾ ഡിപ്ലീഷൻ ലെയർ ജംഗ്ഷനിൽ നിന്ന് വിട്ടുപോവാണ്, ജംഗ്ഷനിൽ നിന്ന് അകന്നു പോവുകയാണ്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, ഡിപ്ലീഷൻ ലെയറിന്റെ തിക്നെസ് കൂടും. തിക്നെസ് കൂടിയാൽ എന്താ, അവിടെ കണ്ടക്ഷൻ നടക്കില്ല. എപ്പോഴും ജംഗ്ഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യണം, അതായത് ജംഗ്ഷനെ നമ്മൾ കട്ട് കുറയ്ക്കണം. ആ ജംഗ്ഷൻ തകർത്താൽ മാത്രമേ നമുക്ക് ഈ സപ്ലൈ ഇങ്ങനെ ഓടി നടക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷനിൽ ഈ രണ്ട്, അതായത് എക്സസ് ആയിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുണ്ടാകുന്ന ഇലക്ട്രോണുകളാണെങ്കിലും ഹോളുകളാണെങ്കിലും ടെർമിനലിലേക്ക് പോകുന്നത് കൊണ്ട് എന്തോ സംഭവിക്കും, ഡിപ്ലീഷൻ ലെയറിന്റെ അളവ് കൂടും, ഡിപ്ലീഷൻ ലെയറിന്റെ തിക്നെസ് കൂടും. ദസ് റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ഡസ് നോട്ട് കണ്ടക്ട് കറന്റ്. അതുകൊണ്ടൊരു റിവേഴ്സ് ബയാസ്ഡ് മോഡിലിരിക്കുന്ന ഒരു പി എൻ ജംഗ്ഷൻ ഒരിക്കലും കണ്ടക്ട് ചെയ്യത്തില്ല. ഓൺലി ദ മൈനോറിറ്റി കാരിയേഴ്സ് ക്രോസ് ദ ജംഗ്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ടിങ് വെരി ലോ റിവേഴ്സ് സാച്ചുറേറ്റിംഗ് കറണ്ട്. അപ്പോൾ അവിടെ ഒരു മൈനോറിറ്റി കാരിയർ ഉണ്ടല്ലോ, അതായത് പി ടൈപ്പിൽ ഉണ്ടാകുന്ന മൈനോറിറ്റി കാരിയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളാണ്. അതുപോലെ തന്നെ എൻ ടൈപ്പിൽ ഉണ്ടാകുന്ന മൈനോറിറ്റി കാരിയർ എന്ന് പറഞ്ഞാൽ ഹോളുകളാണ്. ആ ഹോളുകൾ എന്തോ ചെയ്യുമെന്ന് നോക്കി, ഒരു ചെറിയൊരു ജംഗ്ഷനിലേക്ക് ക്രോസ് ചെയ്തൊരു ചെറിയൊരു കറണ്ട് ഉണ്ടാകും. അതിനെയാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ദിസ് കറണ്ട് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് മൈക്രോ ആംപിയർ. അത് ഏകദേശം ഒരു മൈക്രോ ആംപിയറിൽ വളരെ ചെറിയ അളവിലുള്ള കറണ്ടാണ്. കാരണം മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാക്കുന്ന കറണ്ട് ആയതുകൊണ്ട്. അപ്പം വർക്കിംഗ് മനസ്സിലായില്ല, അതായത് ഒരു പി എൻ ജംഗ്ഷൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലായി. അതായത് ഫോർവേഡ് ബയാസിംഗ് മോഡിൽ മാത്രമേ ഒരു പി എൻ ജംഗ്ഷൻ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി അതിൻ്റെ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതിനാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുകൂടെ മനസ്സിലായാൽ നമുക്ക് മുഴുവനും ഒരു ജംഗ്ഷൻ ഡയോഡിൻ്റെ പ്രവർത്തന തത്വം നമുക്ക് മുഴുവൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
The curve drawn between voltage across the junction along x-axis and current through the circuit along the y-axis. അതായത് നമ്മൾ x-ആക്സിസിൽ വോൾട്ടേജും y-ആക്സിസിൽ കറണ്ടുമാണ് വരയ്ക്കുന്നതെങ്കിൽ അങ്ങനെ വരച്ച് കിട്ടുന്ന ആ ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. They describe the DC behavior of the diode. അതായത് ആ ഡയോഡിന്റെ DC ബിഹേവിയർ, അതായത് എങ്ങനെയാണ് അതിന്റെ വോൾട്ടേജ് ലെവലിൽ കാണിച്ചു തരും. നോക്കാം. വെൻ ഇറ്റ് ഈസ് ഇൻ ഫോർവേഡ് ബയസ്, അപ്പം ഒരു സൈഡ് ഒരു ബ്ലോക്ക് നമ്മൾ ഫോർവേഡ് ബയസ് ആണ് വരയ്ക്കുന്നതെങ്കിൽ താഴത്തെ ബ്ലോക്ക് നമ്മൾ റിവേഴ്സ് ബയസ് ആയിരിക്കും. രണ്ട് സൈഡിലുള്ള ഗ്രാഫ് നമ്മൾ വരയ്ക്കും. അതായത് ഫോർവേഡ് ബയസിങ്ങിലാണെങ്കിൽ വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയസ് നോ കറണ്ട് ഫ്ലോസ് അണ്ടിൽ ദ ബാരിയർ വോൾട്ടേജ്, അതായത് 0.3 വോൾട്ടേജ് ഫോർ ജർമേനിയം ഈസ് ഓവർകം. ഫോർവേഡ് ബയസിങ്ങിലാണെങ്കിലും ബാരിയർ വോൾട്ടേജിൽ എത്തുന്നത് വരെ കറണ്ട് ഒന്നും അവിടെ ഫ്ലോ ചെയ്യത്തില്ല. ജർമേനിയത്തിന്റെ കേസിലാണെങ്കിൽ 0.3 വോൾട്ടേജിൽ എത്തുന്നത് വരെ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവത്തില്ല. സിലിക്കണിന്റെ കേസിലാണെങ്കിൽ എത്ര ആയിരിക്കണം? 0.7 വോൾട്ടേജ് എത്തുന്നത് വരെ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവത്തില്ല. Then the curve has linear rise and the current increases with the increase in forward voltage like an ordinary conductor. ആ സമയം എന്നാ സംഭവിക്കും? Then the curve has a linear rise. ഒരു ചെറിയ റൈസിങ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഫോർവേഡ് ബയസിങ്ങിലാണ് ചെറിയൊരു റൈസിങ് മാത്രമേ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. Then the curve has a linear rise and the current increases. ചെറിയൊരു റൈസ് കാണിക്കും, പിന്നെ കറണ്ട് കൂടുന്നതായിട്ട് കാണിക്കാം. With the increase in forward voltage like an ordinary conductor. സാധാരണ കണ്ടക്ടർ കാണിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെറിയൊരു റൈസിങ് കാണിച്ചിട്ട് പിന്നെ പെട്ടെന്ന് കറണ്ട് കൂടുന്നതായിട്ട് കാണാം. Above 3 volt, നമ്മൾ ജർമേനിയത്തിന്റെ കേസ് വെച്ചാണ് പറയുന്നത്. Above 3 volt, the majority carriers passing the junction gain sufficient energy to knock out the valence electrons and raise them to conduction band. അതായത് ജർമേനിയത്തിന്റെ പൊട്ടൻഷ്യൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.3 വോൾട്ട് ആണല്ലോ. അതായത് 0.3 വോൾട്ടേജിന് മുകളിലാകുമ്പോഴത്തേക്ക് മെജോറിറ്റി കാരിയേഴ്സ് പാസിംഗ് ദ ജംഗ്ഷൻ ഗെയിൻ സഫീഷ്യന്റ് എനർജി, അതായത് ജംഗ്ഷൻ പാസ് ചെയ്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി ഒക്കെ നേടിയിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് എങ്ങോട്ട് പോകും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. Therefore the forward current increases sharply. അവിടെ വെച്ച് എന്ത് ചെയ്യും? ഫോർവേഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ കൂടും. ഇതാ കണ്ടല്ലോ, ഒരു ജർമേനിയത്തിന്റെ കേസിലാവുമ്പോൾ 0.3 വോൾട്ട് ആണ്. 0.3 വോൾട്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 0.3 വോൾട്ട് ആകുമ്പോഴത്തേക്ക് ഇത് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അതിനുള്ള കാരണം എന്താന്നാ പറഞ്ഞേ? അതായത് 0.3 വോൾട്ടേജ് മുകളിലായി കഴിയുമ്പോഴത്തേക്ക് മെജോറിറ്റി കാരിയർ ഈ ജംഗ്ഷൻ പാസ് ചെയ്തിട്ട് എന്താ സംഭവിക്കും? സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി നേടി ഇത് വാലൻസ് ഇലക്ട്രോണിൽ നിന്ന് എന്തിലേക്ക് പോകും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അതുകൊണ്ട് ഫോർവേഡ് കറണ്ട് എന്ത് സംഭവിക്കും? ഫോർവേഡ് കറണ്ട് കൂടും. When reverse voltage is increased beyond a value called breakdown voltage, the reverse current increases sharply and the diode shows almost zero resistance. It is known as avalanche breakdown. ഇതൊക്കെ ഓർത്തിരിക്കേണ്ട പോയിന്റുകളും നോട്ടുമാണ്. When reverse voltage is increased beyond a value, അതായത് റിവേഴ്സ് വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ ഇൻക്രീസ് ചെയ്യപ്പെടുന്നത് വരെ ആ വാല്യൂവിനെയാണ് നമ്മൾ പറയുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുവരെ റിവേഴ്സ് കറണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഡയോഡ്, ആ സമയം ഡയോഡിന് സീറോ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവലഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കോളൂ, അതായത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരെ റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യപ്പെടുമ്പോൾ റിവേഴ്സ് കറണ്ട് ഷാർപ്പായിട്ട് കൂടും. ആ സമയം ഡയോഡിന് സീറോ റെസിസ്റ്റൻസ് ആയിരിക്കും. ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവലഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. റിവേഴ്സ് വോൾട്ടേജ് എബവ് 25 വോൾട്ട് ഡിസ്ട്രോയ് ദ ജംഗ്ഷൻ പെർമനന്റ്ലി. അതായത് റിവേഴ്സ് വോൾട്ടേജ് ഒരു 25 വോൾട്ട് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കും? ജംഗ്ഷൻ പെർമനന്റ് ആയിട്ട് ഡിസ്ട്രോയിഡ് ആയി പോകും. വർക്കിംഗ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മളിപ്പം കണ്ടത് തന്നെയാണ്. കണ്ട അവ ഒരു പർട്ടിക്കുലർ ഇതിൽ വോൾട്ടേജ് കൂടിയാലും പെട്ടെന്നാണ് റിവേഴ്സ് വോൾട്ടേജ് എത്തിക്കഴിയുമ്പോഴത്തേക്കാണ് കറണ്ട് കൂടുന്നത്. ഈ പോയിന്റിനാണ് നമ്മൾ സെനർ അല്ലെങ്കിൽ അവലഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. സെനർ എന്ന് വിളിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കാണാം. പി എൻ ജംഗ്ഷൻ ഡയോഡ് ആക്ട് ആസ് റെക്ടിഫയർ ആസ് സീൻ ഇൻ ദ IV ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഇങ്ങനെയാണ് ഒരു റെക്ടിഫയർ ആയിട്ട് ഈ VI ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി വേണം നമ്മൾ ഒരു ഡയോഡ് എങ്ങനെ റെക്ടിഫൈ
റെക്ടിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാം. certain current flows in forward bias mode, അതായത് ഫോർവേഡ് ബയാസ് മോഡിലായിരിക്കും കറണ്ട് ഫ്ലോ നടക്കുന്നത്. negligible current flows in reverse bias mode until Zener or avalanche breakdown happens, അതായത് ചെറിയ എമൗണ്ട് ഉള്ള കറണ്ട് മാത്രമേ റിവേഴ്സ് ബയാസിൽ ഫ്ലോ ചെയ്തുള്ളൂ. എങ്ങനെയായാൽ മാത്രം അവലഞ്ചി ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ മാത്രമേ ചെറിയ അളവിലുള്ള ഒരു കറണ്ട് റിവേഴ്സ് ബ്രേക്ക് ഡൗണിൽ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ റിവേഴ്സ് വോൾട്ടേജിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഏതവസ്ഥയിലായിരിക്കണം? അത് ഫോർവേഡ് ബയാസ് മോഡിൽ തന്നെ ആയിരിക്കണം. ദസ് ദ പി എൻ ജംഗ്ഷൻ ഡയോഡ് അലൗസ് ദ ഇലക്ട്രോൺസ് ഫ്ലോ ഓൺലി വെൻ P ഈസ് പോസിറ്റീവ്. അതായത് പി എൻ ജംഗ്ഷൻ ഡയോഡ് എപ്പോഴായിരിക്കും ഇലക്ട്രോണിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുക? പി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ മാത്രം. ദിസ് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് എ സി ഇൻറ്റു ഡി സി വിച്ച് ഈസ് കോൾഡ് റെക്ടിഫിക്കേഷൻ. ഈ പ്രത്യേകതയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ സിയെ ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്തനം. അപ്പം റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എ സി ടു ഡി സി കൺവേർഷനെയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെക്ടിഫയർ എന്ന് വിളിക്കേണ്ടത് ആരെയായിരിക്കണം? തീർച്ചയായിട്ടും പി എൻ ജംഗ്ഷൻ ഡയോഡിനെ ആയിരിക്കണം റെക്ടിഫയർ എന്ന് വിളിക്കുക. വെൻ ഒരു ഓട്ടോമാറ്റിക് സ്വിച്ച് ആയിട്ട് നമുക്ക് ഡയോഡിനെ ഉപയോഗിക്കാം. വെൻ ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ് ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്, അതായത് ഡയോഡ് നമ്മൾ ഫോർവേഡ് ബയാസിങ്ങിലാണ് കണക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടിരിക്കും. അത് റിവേഴ്സ് ബയാസിങ്ങിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ആസ് റെക്ടിഫയേഴ്സ് ടു കൺവേർട്ട് എ സി ഇൻറ്റു ഡി സി, അതായത് റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കുക. അതാണ് പ്രധാന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എ സിയെ ഡി സി ആക്കി മാറ്റുക. ആസ് ആൻഡ് സ്വിച്ച് ഇൻ കമ്പ്യൂട്ടർ സർക്യൂട്ട്സ്, കമ്പ്യൂട്ടർ സർക്യൂട്ടുകളിലൊക്കെ സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാം. ആസ് ഡിറ്റക്ടേഴ്സ് ഇൻ റേഡിയോസ് ടു ഡിറ്റക്ട് ഓഡിയോ സിഗ്നൽസ്, അതായത് റേഡിയോയിലൊക്കെ ഓഡിയോ സിഗ്നലുകളെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡിറ്റക്ടറായിട്ട് ഉപയോഗിക്കാം. ആസ് എൽ ഇ ഡി ടു എമിറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ്, എന്താ എൽ ഇ ഡി ആയിട്ട് ഉപയോഗിക്കാം, പലതരത്തിലുള്ള കളറുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇന്ന് കണ്ടത് സെമി കണ്ടക്ടർ ഡിവൈസായ പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്താണെന്ന് കണ്ടു, അതിൻ്റെ സിമ്പിൾ കണ്ടു, പിന്നെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വേണ്ടത്? ഫോർവേഡ് ബയാസിങ് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് വെച്ചുകൊണ്ടുള്ള വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് കർവും നമ്മൾ കണ്ടു. ക്ലാസ് നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കി കാണുക, സംശയങ്ങളൊക്കെ ചോദിക്കുക. ഓക്കെ.